ഹായ് നമസ്കാരം. ദുബായിലാണ്. അപ്പം ഇന്നലെ ദുബായിലിരുന്നപ്പോൾ ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് കാണുന്നുണ്ടായി. ഇന്നലെ ലാലേട്ടൻ്റെ പ്രൊമോ കണ്ടപ്പോൾ തന്നെ കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കാണുകയും ചെയ്തത്. പക്ഷേ ഇന്നലത്തെ എപ്പിസോഡ് പ്രേക്ഷകരുടെ മനസ്സിൽ പല രീതിക്ക് സംഭാഷണം ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ബിഗ് ബോസ് ഷോയിൽ അധിക്ഷേപം നേരിട്ട ലെസ്ബിയൻ കപ്പിൾസിന് ആദിലയ്ക്കും നൂറയ്ക്കും പിന്തുണയുമായി നടനും ഷോയുടെ അവതാരകനുമായ മോഹൻലാൽ. അല്ല, അവരുടെ ജീവിതം അതേപടി തന്നെയാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ തന്നെയാണ് ബിഗ് ബോസ് സെലക്ട് ചെയ്തത്. പക്ഷെ അവരെ അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് അത് വളരെ മോശമായിരുന്നു. ലക്ഷ്മിയോട് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മോഹൻലാൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. അവർ പറയാണ് ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ്. അങ്ങനെ പറയാനൊന്നും ആർക്കും അധികാരമില്ല. അവരെ ലോകം അംഗീകരിക്കുന്നു, സമൂഹം അംഗീകരിക്കുന്നു. ഇത്തരം ആളുകൾ പടപെട്ടി തന്നെയാണ് അവരുടെ നിലപാട് വ്യക്തമാക്കിയത്. സമൂഹം മുഴുവൻ അംഗീകരിച്ച വ്യക്തികളാണ് ഇരുവരും. ബിഗ് ബോസ് ഷോ നടത്തുന്നവർക്ക് പ്രേക്ഷകർക്കും അവരെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടില്ല. ലക്ഷ്മി എന്ന വ്യക്തിക്ക് മാത്രം എന്താണ് പ്രശ്നം? മോഹൻലാൽ കൃത്യമായിട്ട് ചോദിച്ചു, എന്താണ് പ്രശ്നം? ലക്ഷ്മിക്ക് എന്താണ് പ്രശ്നം? അവരെ എൻ്റെ വീട്ടിൽ കയറ്റും എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിൽ കയറ്റണ്ട, അവരെ എൻ്റെ വീട്ടിൽ കയറ്റും. അത് അവിടെ ഇരുന്ന് എല്ലാവരും കൈയടിച്ചു, സമൂഹവും കൈയടിച്ചിട്ടുണ്ട്. അവര് ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ലേ? നിങ്ങളുടെ ചെലവ് ജീവിക്കുന്ന ആളാണോ? അല്ലല്ല, നിങ്ങൾ എന്താ പറഞ്ഞ? ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ എന്റെ വീട്ടിൽ വന്നിട്ട് എന്താ കുഴപ്പം? ഇതെന്താണിത്? ഏത് സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ പുറത്തൊക്കെ ജീവിച്ച ആളല്ലേ? മോഹൻലാൽ കൃത്യ നിലപാട് തന്നെയാണ് പറഞ്ഞത്. ലെസ്ബിയൻ കപ്പിൾസിനോട് വിയോജിപ്പുണ്ട്, നോർമലൈസ് ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ട്, തൻ്റെ വീട്ടിലേക്ക് ഇരുവരെയും കയറ്റില്ല എന്നാണ് ലക്ഷ്മി. ഇതിന് മറുപടി പറഞ്ഞത് ഒപ്പം മസ്താനിയും ഇതേ രീതിയിൽ സംസാരിക്കുകയുണ്ടായി. നമുക്കറിയാം മസ്താനിയെക്കുറിച്ച് നമ്മളൊക്കെ ഒരേ മേഖലയിരിക്കണം. മസ്താനിയെക്കുറിച്ച് ഒന്ന് പറയണമെന്ന് ഞാൻ ഓർത്താണ്. ഇത്രയും സീസണിൽ 6 സീസൺ ഞാൻ കാണുന്നുണ്ടായിരുന്നു, ഇതും കാണുന്നുണ്ട്. സമയക്കുറവുകൊണ്ട് ഇടയ്ക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ അപ്പാനി ശരത്ത് അവിടെ നിന്ന് അപ്പോൾ ഓർത്താവുമ്പോൾ ഇന്ന് വരെ ഒരു സീസണിലും കാണാത്ത രീതിക്കായിരുന്നു മസ്താനി ചിരിച്ച് അട്ടഹസിച്ചു കൊണ്ടുപോയത് ഇദ്ദേഹം പുറത്തു പോയപ്പോൾ. അത് ഒരു ചേർന്ന ഒരു നിലപാടായി എനിക്കൊന്നും തോന്നിയിരുന്നില്ല. ആ വീട്ടിൽ നിന്നും ഇങ്ങനെ പുറത്താകുമ്പോൾ ഒരു സ്നേഹബന്ധങ്ങളുണ്ട്. നമ്മൾ ഗെയിമിൽ എല്ലാവരും പല കാര്യങ്ങളും, പക്ഷേ ഒരു സ്നേഹബന്ധമുണ്ടല്ലോ. പക്ഷെ വളരെ മോശമായിരുന്നു അന്ന് മസ്താനിക്ക് വളരെ മോശമായിരുന്നു. മസ്താനി അവിടെ വന്നു കയറിയപ്പോൾ തന്നെ അത്തരം നിലപാടുകൾ പലതും എടുത്തത് മസ്താനിക്ക് മോശം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നലത്തെ എപ്പിസോഡ് ഗംഭീരമായിരുന്നു. പ്രൊമോ കണ്ടപ്പോൾ തന്നെ കാണുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് കണ്ടു. ഒരിക്കലും പറയാൻ പറ്റില്ലാത്തൊരു സാധനമാണ്. അക്ബറിനോടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നൊക്കെ ചോദിക്കും. കാരണം അത്രയും മോശമായിരുന്നു അവരുടെ നിലപാട്. അപ്പോൾ അക്ബർ അതിന് മറുപടി പറയുന്നതുകൊണ്ട് നമുക്ക് കേൾക്കാം. അക്ബർ, നിങ്ങൾക്കൊന്ന് പ്രതികരിക്കാൻ പറ്റില്ല. ലാലേട്ടാ, ഞാൻ ആ സമയത്ത് അല്ല, ഇതിനടുത്ത് പറഞ്ഞിട്ട് കാര്യമല്ല ലാലേട്ടാ. ഇതിനൊരു കച്ചറ സ്വഭാവമാണ്. ഞാൻ എന്ത് പറയാനാണ്? എത്ര വട്ടം പറയാനാണ്? അക്ബർ പറഞ്ഞ മറുപടിയും ഗംഭീരമായിരുന്നു. ഇവരോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന്. പക്ഷെ ഒരു സമൂഹം മൊത്തം, ഒരു ലോകം മൊത്തം അംഗീകരിച്ച് ഇവർ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ വീട്ടിൽ കയറ്റാൻ പോലും കൊള്ളാത്ത ആളാണെന്ന് പറയാൻ ഒരു കാര്യവും ലക്ഷ്മിക്കില്ല. അത് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ പല രീതിക്കുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ലാലേട്ടൻ്റെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു. കാരണം അതാണ് നിലപാട്, ആ നിലപാടാണ് എടുക്കേണ്ടത്. ബിഗ് ബോസ് ഗംഭീരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട്, നല്ല റേറ്റിങ്ങിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഇത്തരത്തെ സംഭവങ്ങൾ. മസ്താനി പുറത്തായൊന്നും എനിക്കറിയില്ല. ഇന്നത്തെ എപ്പിസോഡിലായിരിക്കും വരിക. ആരാണ് പുറത്താവുന്നതൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ വരികയുള്ളൂ. എന്തായാലും അവരെ കളിയാക്കിയത് ഒരു രീതിക്കും അംഗീകരിക്കാൻ പറ്റില്ല. സമൂഹം മുഴുവൻ അംഗീകരിച്ച വ്യക്തികളാണ് ഇരുവരും എന്ന കാര്യത്തിൽ സംശയമില്ല. ലക്ഷ്മി ആ പറഞ്ഞതിൽ അത്തരമൊരു നിലപാടെന്ന് ലക്ഷ്മി പരസ്യമായിട്ട് മാപ്പ് പറയണം വരെ അവിടെ പറയുകയുണ്ടായി. ആദിലയ്ക്കും നൂറയ്ക്കും പിന്തുണ ഏറുകയാണ് ഇതോടുകൂടി ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തെറ്റ് ചെയ്തവരെ എങ്ങനെയാണോ ശിക്ഷാ നടപടികളുണ്ടോ ആ രീതിക്ക് തന്നെ ബിഗ് ബോസ് കൈകാര്യം ചെയ്യുന്നതാണ് ഇതിന് മുമ്പുള്ള എപ്പിസോഡിൽ നമുക്ക് മനസ്സിലായി. അപ്പോൾ കാത്തിരിക്കാം ബിഗ് ബോസ് സീസൺ 7 ഇനിയുള്ള എപ്പിസോഡുകൾക്ക് വേണ്ടി. ബൈ. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്.
പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും വിളമ്പാം നല്ല വിശേഷം അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.